ഞാൻ ഇന്ന് ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മോനാണ് ഇത് പഠിപ്പിച്ചത് കേട്ടോ. ഞാനിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും മോൻ പറഞ്ഞു തന്ന് ഞാനത് ചെയ്ത് ആ റെസിപ്പി ചെയ്ത് എനിക്കിത് ഇഷ്ടമായി. അപ്പം ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് ബ്രോക്കോളിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബ്രോക്കോളി 2 ദിവസം ആയതാണ് കേട്ടോ. നിറം വാങ്ങിയെങ്കിലും കേടായിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, പിന്നെ വേണമെങ്കിൽ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ എടുക്കാം. അപ്പം ഞാനിപ്പോൾ രണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ താണ്ടെ മുട്ട പുഴുങ്ങാനായിട്ട് ഇങ്ങനെ അടുപ്പിൽ വെച്ച് അത് വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കണം. അപ്പം അരിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പം മുട്ട വേവായി കാണും, നമുക്ക് തീ ഓഫാക്കാം. പിന്നെ ഞാൻ ഈ ക്യാപ്സിക്കവും പിന്നെ ബ്രോക്കോളി, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 മുട്ട ചേർക്കണം. ഇത് ചെറുതായിട്ട് അരിയും വേണം. മുട്ടയെ ചെറുതായിട്ട് അരിയണം. പാൻ ചൂടാവട്ടെ. ഇപ്പോൾ പാൻ ചൂടായി. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇടുവാണ്. ബട്ടർ കുറവായതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ കുറവായിരുന്നു, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കണം. നെയ്യ് തന്നെ വേണമെങ്കിലും ചേർക്കാം, ബട്ടർ തന്നെ വേണമെങ്കിലും ചേർക്കാം. ഇത് ബട്ടർ കുറവായതുകൊണ്ട് കുറച്ച് ഞാൻ നെയ്യും കൂടെ ചേർക്കാം. ഈ കഷ്ണങ്ങളൊന്ന് വാടി കിട്ടണം, നല്ലപോലെ വഴണ്ട് കിട്ടണതിനാണ്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇടണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കൈ കൊണ്ട് വാരി ഇടുന്നു കേട്ടോ. ഓരോന്നായിട്ട് ഇടണം. 3T ഒന്ന് ലോയിലിടാം. ഇല്ല, തീ എന്ന് പറയും ഗ്യാസ് അടുപ്പ് പോലെ അങ്ങ് ഓർത്ത് പറയുക. ഇത് കുറച്ചിടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടു, കുറച്ചിടാം. പിന്നെ ക്യാപ്സിക്കം ഞാൻ കയ്യിലാണ് ഫോണിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ക്യാപ്സിക്കം 2 ദിവസം ആയതുകൊണ്ട് ഇനി ഇരുന്നാൽ ചിലപ്പോൾ ബാക്കി കേടായെങ്കിലും നിർത്തി ഞാൻ മുഴുവനും ഇങ്ങ് എടുക്കുക. ക്യാപ്സിക്കം പോട്ടെ, സോറി, ഇത് ക്യാപ്സിക്കം അല്ല കേട്ടോ, ബ്രോക്കോളി. ക്യാപ്സിക്കം വേറെ ഇരിപ്പുണ്ട്. ഇത് ബ്രോക്കോളിയാണ് ഞാനിപ്പോൾ ഇട്ടത്. അയ്യോ, പറഞ്ഞപ്പോൾ ക്യാപ്സിക്കം നോക്കി, സോറി. അപ്പോൾ അങ്ങനെ ബ്രോക്കോളി അരിഞ്ഞതിട്ടു. പിന്നെ ഇനി ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുള്ളൂ കേട്ടോ. ക്യാപ്സിക്കം ഇട്ടു. ഇനി ഇതിനകത്ത് ശകലം പൊടി ഇടണം. ഉപ്പ് വേണമല്ലോ ടേസ്റ്റിന്. ഇച്ചിരി ഉപ്പ് ഇട്ടെ. പിന്നെ നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഈ ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന സൗണ്ടല്ല കറക്റ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത്, ഈ സംഭവത്തിൻ്റെ. അപ്പം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരുപാട് പച്ചക്കറികളൊന്നും വരുന്നില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഇത് നല്ലപോലെ വാടണം. ഓക്കെ, നന്നായിട്ട് വാടണം. നെയ്ക്കകത്ത് വാടണം. പിന്നെ ചെറിയൊരു ജലാംശം കൂടെ ഉണ്ടല്ലോ, അതായത് നമ്മൾ കഴുകിയതിൻ്റെയൊക്കെ നന്നായിട്ട് വാടി ഉപ്പൊക്കെ അതിലൊന്ന് പിടിക്കും. ബ്രോക്കോളി ഇനി ഇതിനകത്ത് നല്ലപോലെ വാടിക്കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ട അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ തൂവും. ഇതൊന്ന് വേവട്ടെ. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അങ്ങനെ മൂടി വെച്ച് ചെറിയതായിട്ടൊന്ന് വാടി വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇത് മുട്ട അരിഞ്ഞ് വയ്ക്കണം. മുട്ട ചെറുതായിട്ട് അരിയണം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാൻ കുറച്ച് ചേർത്തുള്ളൂ. ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ.
ഭംഗിയുണ്ട്. ചെറിയ എളുപ്പത്തിൽ ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ഇത്. ഇതിലേക്ക് ഞാൻ മുട്ടയും കൂടെ അതുകൊണ്ട് മുട്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, നീളത്തിലോ. ഞാനിപ്പോൾ വട്ടത്തിലരിഞ്ഞ് നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും അരിയാം, നമ്മുടെ ഇഷ്ടം. ബ്രോക്കോളി, മറ്റേ എല്ലാ ക്യാപ്സിക്കവും ക്യാരറ്റും ബ്രോക്കോളി, മുട്ട, ബട്ടർ, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും മതി. ഇപ്പോൾ ഇനി ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കാൻ പോവാണ്. മുട്ട ചേർക്കട്ടെ. 2 മുട്ട എടുത്തുള്ളൂ കേട്ടോ, 2 എടുത്തുള്ളൂ. ചെറുതായിട്ട് ഉടയാതെ അളക്കാം. ഞാനേ കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഈ തീ നമുക്ക് ഇതങ്ങ് ഓഫാക്കിയേക്കാം, അടുപ്പങ്ങ് ഓഫാക്കിയേക്കാം കേട്ടോ. ഇനി ചൂടിൻ്റെ ആവശ്യമില്ല, വെന്തതാണ്, ഓഫാക്കിയേക്കാം. പിന്നെ ഇതിനകത്തിലേക്ക് ഞാൻ ശകലം കുരുമുളക് പൊടി ഇടാൻ പോകട്ടെ. കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, കുരുമുളക് പൊടി ഇടാൻ പോവാം. ഈ കുരുമുളക് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ വരുന്നത്. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ റെഡി, കുരുമുളക് ഇട്ടു. ഇനി ഉടയാതെ ഇത് പയ്യെ ഇളക്കി കൊടുക്കാവേ. ഉടയരുത്, മുട്ട ഉടഞ്ഞ് കുഴഞ്ഞ് പോകരുത്. ഉടയാതെ ഇളക്കി കൊടുക്കാം. ഒക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ, മുട്ട ഇങ്ങനെ അലങ്കരിച്ചിങ്ങനെ അല്ലേ, അടിപൊളിയാണ് കാണാൻ. ഉണ്ട്, ഞാനിത് പാത്രത്തിൽ വിളമ്പിയിട്ടില്ല. അപ്പോൾ ഇഷ്ടമായോ? അപ്പോൾ എല്ലാവർക്കും ചെയ്യാതെ ബ്രോക്കോളിയും ക്യാരറ്റും മുട്ടയും കുരുമുളക് പൊടി, ബട്ടർ, ഉപ്പ്, ഇത്രയും മതി കേട്ടോ. നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, നെയ്യ് കുറച്ചുകൂടി ചേർത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബായ്.